ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള നിർണായക നിയമസഭാ തിരഞ്ഞെടുപ്പുകളുടെ തീയതി പ്രഖ്യാപിച്ചിരിക്കുകയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ജമ്മു കശ്മീർ, ഹരിയാന നിയമസഭാ തിരഞ്ഞെടുപ്പ് തീയതികളാണ് പ്രഖ്യാപിച്ചത്. ജമ്മു കശ്മീരിൽ 3 ഘട്ടമായിട്ടാണ് തിരഞ്ഞെടുപ്പ് നടക്കുക. ആദ്യഘട്ടം സെപ്റ്റംബർ 18-ന് നടക്കും. രണ്ടാം ഘട്ടം സെപ്റ്റംബർ 25-നും മൂന്നാം ഘട്ടം ഒക്ടോബർ 1-നും നടക്കും. ഒക്ടോബർ 4-നാണ് വോട്ടെണ്ണൽ. ഹരിയാനയിൽ ഒക്ടോബർ 1-നാണ് വോട്ടെടുപ്പ്. അതേസമയം സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വിലയിരുത്തിയെന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത്. ജമ്മു കശ്മീരിൽ 87.09 ലക്ഷം വോട്ടർമാരാണുള്ളത്. ജമ്മു കശ്മീരിൽ 10 വർഷത്തിന് ശേഷമാണ് നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. 90 മണ്ഡലങ്ങളിലാണ് ജമ്മു കശ്മീരിൽ തിരഞ്ഞെടുപ്പ് നടക്കുക. ജമ്മു കശ്മീരിലെ ഗ്രാമീണ നഗര മേഖലയിലെ വോട്ടർമാർക്കായി 11,800 പോളിംഗ് സ്റ്റേഷനുകൾ ഉണ്ടായിരിക്കുമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 58.58% പോളിംഗ് സംസ്ഥാനത്ത് രേഖപ്പെടുത്തിയെന്നും EC അറിയിച്ചു. തിരഞ്ഞെടുപ്പ് തീയതികൾ വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപിക്കുമെന്ന് നേരത്തെ തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചിരുന്നു. ഡൽഹിയിലെ വിജ്ഞാൻ ഭവനിലായിരുന്നു വാർത്താ സമ്മേളനം ചേർന്നത്. ഹരിയാന, മഹാരാഷ്ട്ര നിയമസഭകളുടെ കാലാവധി നവംബർ 3, 26 തീയതികളിലാണ് അവസാനിക്കുന്നത്. സെപ്റ്റംബർ 30-ന് മുൻപ് ജമ്മു കശ്മീരിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടത്തണമെന്ന് സുപ്രീം കോടതി നേരത്തെ നിർദ്ദേശിച്ചതാണ്. ജമ്മു കശ്മീരിലെ ജനങ്ങൾക്ക് വെടിയുണ്ടകളല്ല ബാലറ്റുകളാണ് വേണ്ടതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്നും മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ പറഞ്ഞിരുന്നു. ജമ്മു കശ്മീരിലെ ജനങ്ങളുമായും രാഷ്ട്രീയ പാർട്ടികളുമായും സംസാരിച്ചിരുന്നു. എല്ലാവർക്കും കശ്മീരിൽ തിരഞ്ഞെടുപ്പ് എത്രയും പെട്ടെന്ന് നടത്തണമെന്നാണ് ഉള്ളതെന്നും രാജീവ് കുമാർ പറഞ്ഞു. അതേസമയം ഹരിയാനയിൽ 2.01 കോടി വോട്ടർമാരുണ്ടെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നുണ്ട്. വനിതാ വോട്ടർമാർ, മുതിർന്നവർ, യുവ വോട്ടർമാർ എന്നിവരെ എൻറോൾ ചെയ്യിക്കാനുള്ള ശ്രമങ്ങളും വിജയിച്ചു. വോട്ടർമാർക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ബൂത്തിൽ ലഭ്യമായിരിക്കും. സുതാര്യമായ തിരഞ്ഞെടുപ്പാണ് ലക്ഷ്യമിടുന്നത്. കള്ളവോട്ടിനെ നേരിടാനടക്കം സർവ്വ സജ്ജീകരണങ്ങളുമുണ്ടെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിട്ടുണ്ട്. അതേസമയം ഉപതിരഞ്ഞെടുപ്പുകൾ കേരളത്തിൽ ഉടനെ ഇല്ലെന്ന കാര്യവും EC അറിയിച്ചിരിക്കുകയാണ്. വയനാട്ടിലും തിരഞ്ഞെടുപ്പുണ്ടാകില്ല. ജില്ലയിലെ കാലാവസ്ഥാ സാഹചര്യങ്ങൾ അടക്കം പരിശോധിച്ചാണ് തിരഞ്ഞെടുപ്പ് നടത്തുകയെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. അതേസമയം ഹരിയാനയിൽ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ സംസ്ഥാനം വലിയ രാഷ്ട്രീയ ഏറ്റുമുട്ടലിലേക്കാണ് പ്രവേശിച്ചിരിക്കുന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ മുന്നേറ്റമാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ സഖ്യത്തിന് പ്രതീക്ഷ നൽകുന്നത്. BJPയുടെ സീറ്റുകൾ പകുതിയായി കുറയ്ക്കാൻ കോൺഗ്രസിന് സാധിച്ചിരുന്നു. എന്നാൽ ലോക്സഭയിൽ ഒന്നിച്ച ഇന്ത്യ സഖ്യം നിലവിലെ സാഹചര്യത്തിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഒന്നിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. 2014 മുതൽ സംസ്ഥാനത്ത് ആധിപത്യം പുലർത്തുന്നത് BJPയാണ്. എന്നാൽ 2024-ൽ അതിന് കാര്യമായ ഇടിവ് വന്നിട്ടുണ്ട്. ഇത് മുതലെടുക്കാൻ കോൺഗ്രസിന് സാധിച്ചാൽ മാത്രമാണ് സംസ്ഥാനത്തിന് വിജയസാധ്യതയുള്ളൂ. ഇതുപോലെ ഓരോ സംസ്ഥാനത്തിനും ഓരോരോ കഥകളുണ്ട് എന്നതാണ് സത്യം.